പെരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ ഒരു ജനന സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്ത് അത് കിട്ടിയത് 6 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ടാണ്. ഏറ്റവും വേഗത്തിൽ കൊടുത്ത ബർത്ത് സർട്ടിഫിക്കറ്റ്. വേഗത്തിലുള്ള മരണ സർട്ടിഫിക്കറ്റ് തിരുവനന്തപുരം കോർപ്പറേഷൻ 8 മിനിറ്റ് 54 സെക്കൻഡ് കൊടുത്തു. വിവാഹ സർട്ടിഫിക്കറ്റ് 23 മിനിറ്റ് 56 സെക്കൻഡ് കൊണ്ട്, എന്ന് വെച്ചാൽ അരമണിക്കൂറിൽ താഴെ സമയം കൊണ്ട് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കൊടുത്തു. ഗുരുവായൂരിൽ ഒരു സെലിബ്രിറ്റി വിവാഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേഗം കൊടുത്ത് ഇതിൻ്റെ മറ്റേ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ അതിനടിയിൽ കൂട്ടത്തോട് പലരും വന്ന് പറഞ്ഞു അത് സെലിബ്രിറ്റിയുടേതായതുകൊണ്ടാണ്. സോഫ്റ്റ്വെയറിന് സെലിബ്രിറ്റി ആണോ സാധാരണക്കാരനാണോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. കെ സ്മാർട്ട് സോഫ്റ്റ്വെയറിന് ആ വ്യത്യാസമില്ല, ഒരു സോഫ്റ്റ്വെയറിനും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റം വന്നാലും അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത ചിലരുണ്ട്. ഈ മാറ്റം എല്ലാവർക്കും ലഭ്യമാവുന്ന മാറ്റം, സെലിബ്രിറ്റിക്ക് മാത്രമുള്ളതല്ല. വേറൊന്ന്, ഈ തീർപ്പാവുന്നതിലെ കാലതാമസമാണല്ലോ ഒരു പരാതി എപ്പോഴും. കേസ്മാർട്ടിൽ 4.43 ലക്ഷം ഫയലുകൾ എന്ന് പറഞ്ഞാൽ ആകെ വന്നതിൽ 16.45% ഫയല് തീർപ്പാക്കിയത് 1 മണിക്കൂറിനുള്ളിലാണ്, ഒറ്റ മണിക്കൂറിലാണ്. 9.7 ലക്ഷം ഫയലുകൾ എന്ന് പറഞ്ഞാൽ ആകെ വന്നതിൻ്റെ 35.96% ഫയലുകൾ തീർപ്പാക്കിയത് 24 മണിക്കൂറിനുള്ളിലാണ്. എന്ന് പറഞ്ഞാൽ 50%-ലധികം ഫയലുകൾ ഒരു ദിവസം 24 മണിക്കൂറിനുള്ളിൽ തീർപ്പാക്കാൻ പറ്റുന്നത്. ഇതിൽ ജീവനക്കാരുടെ പിന്തുണ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കേസ്മാർട്ട് നടപ്പാക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. ആശങ്കകൾ, മുറുമുറുപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. മാധ്യമങ്ങളിലും വന്ന് ധാരാളം നെഗറ്റീവ് വാർത്തകൾ വന്ന് ഞാൻ ഓർക്കുകയാണ്. ആകെ അവതാളത്തിൽ എന്നെല്ലാം പറഞ്ഞ് വാർത്ത വന്നു. ഒരു വാർത്ത എപ്പോഴും മറക്കാൻ പറ്റാത്തൊരു വാർത്തയുണ്ട്. തിരുവനന്തപുരത്ത് ഈ റോഡൊക്കെ തകർന്ന് കിടക്കുകയാണ്. അതിനെക്കുറിച്ചുള്ളൊരു വാർത്തയുടെ തലക്കെട്ട് ആ ചിത്രങ്ങളും കൂടി വെച്ചിട്ട് ഇതോ കേസ്മാർട്ട് എന്നാണ്. റോഡും സോഫ്റ്റ്വെയറും തമ്മിലൊരു ബന്ധമില്ല, പക്ഷെ ആ തലക്കെട്ട് കൊടുത്തിട്ടായിരുന്നു വന്നത്. വലിയ ആശങ്കയൊന്നുണ്ടായിരുന്നു. ജീവനക്കാർക്കും ആശങ്കകളുണ്ടായിരുന്നു. ജീവനക്കാർക്ക് പരിശീലനം കൊടുത്തു, ചിട്ടയായ പരിശീലനം കൊടുത്തു, വളരെ ആസൂത്രിതമായിട്ടുള്ള നല്ല മുന്നൊരുക്കത്തോടു കൂടിയിട്ടുള്ള പരിശീലനം കൊടുത്തു. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, 1,63,000 ഫയലുകൾ ജീവനക്കാർ തീർപ്പാക്കിയത് അവധി ദിനങ്ങളിലായിരുന്നു. കേസ്മാർട്ടിൻ്റെ ഗുണം അതാണ്. ഓഫീസ് സമയം 10 to 5 എന്നതിനെ പൊളിച്ചെഴുതി എപ്പോൾ വേണമെങ്കിലും ജോലി ചെയ്യാം എന്ന സാഹചര്യം ഉണ്ടായി. 1,63,000 ഫയലുകൾ അവധി ദിനങ്ങളിൽ, 3.5 ലക്ഷം ഫയലുകൾ ഈ പ്രവൃത്തി സമയത്തിന് ശേഷമാണ് തീർപ്പാക്കിയത്. 10 to 6, രാത്രി 10 മണിക്കും രാവിലെ 6 മണിക്കിടയിൽ തീർപ്പാക്കിയ ഫയലുകളുടെ എണ്ണം. അവധി ദിനത്തിൽ അർദ്ധരാത്രിയിലൊക്കെ വേണമെങ്കിൽ ഫയൽ തീർപ്പാക്കാം എന്ന സ്ഥിതി വന്നു. അങ്ങനെ ജീവനക്കാർ പണിയെടുത്തവരുണ്ട്. ഒരു ന്യൂനപക്ഷമുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇതിനോടൊന്നും സഹകരിക്കാത്ത, അല്ലെങ്കിൽ ഇതെല്ലാം ആണെങ്കിലും വേറെ മാർഗങ്ങൾ അവലംബിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ മഹാഭൂരിപക്ഷം അങ്ങനെയല്ല. അപ്പോൾ ജീവനക്കാർ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ച ജീവനക്കാരെ സംബന്ധിച്ച് കേസ്മാർട്ട് ഒരു അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, കേസ്മാർട്ടിൽ കെട്ടിടം ലിങ്ക് ചെയ്താൽ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് അപേക്ഷയൊന്നും കൂടാതെ തന്നെ ഡൗൺലോഡ് ചെയ്യാം. നേരത്തെ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ 7 സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണമായിരുന്നു, 7 എണ്ണം. ഇപ്പോൾ കെട്ടിടം ലിങ്ക് ചെയ്താൽ മതി, ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. അപേക്ഷ പോലും നൽകണ്ട, ഏത് സമയത്ത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, ഏത് സമയത്ത്, സൗകര്യമുള്ള സമയത്ത്. വളരെ സവിശേഷമായിട്ടുള്ള മറ്റൊരു ഫീച്ചർ, ഒരു സ്ഥലം വാങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കെട്ടിട നിർമ്മിക്കുന്നതിന് മുമ്പ് ആ സ്ഥലത്ത് എന്തെല്ലാം നിയന്ത്രണങ്ങളുണ്ട്, അത് റെയിൽവേ സോണിൽ വരുമോ, എയർപോർട്ട് സോണിൽ വരുമോ, CR-Z വരുമോ, ഇത്തരം റെഗുലേഷൻസ് എന്തെല്ലാമാണ് എന്നറിയാതെ പലരും കുടുങ്ങുന്ന അനുഭവമുണ്ട്. സ്ഥലം പോയി വാങ്ങും, പിന്നെയാണ് CR-Z അറിയാം, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങനെ ഒരു അബദ്ധം ആർക്കും പറ്റില്ല. ഇതിലെ ഒരു ഫീച്ചറാണ് നോ യുവർ ലാൻഡ്. ഇത് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു ചുവടുവെപ്പാണ്. ഈ നിങ്ങളുടെ ലാൻഡിൽ എന്തെല്ലാം നിർമ്മാണ പ്രവർത്തനം നടത്താം എന്ന് അറിയാൻ പറ്റുന്നതാണ്